ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. തിരക്ക് പിടിച്ച സമയങ്ങളിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അരി അരച്ച ഉടനെ തന്നെ നമുക്ക് ഈ ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിന് അരി അരച്ച ദോശ എന്നും പച്ചരി ദോശ എന്നും പറയും. ഇത് എത്ര നേരം കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇവിടെ ഞാൻ 1 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് പച്ചരി വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി നമുക്ക് അരി നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിർത്ത് വെക്കാം. ഞാനിവിടെ ഓവർനൈറ്റാണ് കുതിർത്ത് വെക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 8 മണിക്കൂർ ആയിട്ടുണ്ട് ഇത് കുതിർത്ത് വെച്ചിട്ട്. ഇനി നമുക്ക് വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഈ അരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാനുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്കിവിടെ ചോറിന് പകരമായിട്ട് കുതിർത്ത് വെച്ച അവൽ ചേർത്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ഒരു ഫ്ലേവറിനായിട്ട് ഞാനിവിടെ 3 ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നത് താല്പര്യമില്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലൊരു സ്മൂത്ത് ബാറ്ററായിട്ട് അരച്ചിട്ടെടുക്കാം. ഒട്ടും തരികളൊന്നും ഇല്ലാണ്ട് വേണം അരച്ചെടുക്കാൻ. ഇപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരച്ചെടുത്ത മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒട്ടും കൂടി പോകാണ്ട് വേണം നമുക്ക് മാവ് അരച്ചെടുക്കാൻ, അല്ലെങ്കിൽ ഒരുപാട് അങ്ങോട്ട് ലൂസായി പോവും. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് മാവ് അരച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. മാവ് കുറച്ച് കട്ടി കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആക്കി എടുക്കണം. അപ്പോൾ ഇവിടെ ദോശക്കുള്ള മാവൊക്കെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാൻ തുടങ്ങാം. ഞാനിതിവിടെ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ ദോശത്തവയാണ് ചൂടാക്കി എടുത്തിട്ടുള്ളത്. സാധാരണ ഇത് ഇരുമ്പിൻ്റെ ദോശക്കല്ലിലാണ് ചുട്ടെടുക്കാറ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഓയിലൊന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഒരു കയ്യിൽ മാവാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് കയ്യിൽ വെച്ചിട്ടൊന്ന് പതുക്കിയത് പരത്തിയെടുക്കാം. മാവ് ഒഴിച്ച ഉടനെ തന്നെ ഇതിൽ നിറയെ ഹോൾസ് വരാൻ തുടങ്ങും. ഇതുപോലെ നിറയെ ഹോൾസ് വന്നതിൻ്റെ ശേഷം ഒരു 2 മിനിറ്റ് നേരത്തേക്ക് നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു 2 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അവിടെ നമ്മുടെ ദോശയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഈ ദോശ എടുത്തിട്ട് നേരെ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ള മാവുകൊണ്ട് നമുക്കിതുപോലെ തന്നെ ദോശ തയ്യാറാക്കിയെടുക്കാം. ദോശ തവ അധികം ചൂടായി കഴിഞ്ഞതാണെങ്കിൽ നമുക്ക് മാവ് ഒഴിച്ചതിന് ശേഷം ഇത് പരത്തിയെടുക്കാൻ പറ്റില്ല. ഞാനിവിടെ കുഞ്ഞു കുഞ്ഞു ദോശയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതുപോലെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ അതവിടെ നമ്മുടെ ദോശയൊക്കെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അരി അരച്ച ഉടനെ തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുള്ളത്. ഇത് എത്ര നേരം കഴിഞ്ഞാലും സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുള്ളൂ. അപ്പോൾ വെറും 5 മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ദോശ റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്യാം. ഞങ്ങൾക്കൊക്കെ ഇത് തേങ്ങാപ്പാൽ കൂട്ടി കഴിക്കുന്നതാണ് കൂടുതലിഷ്ടം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്.